നിങ്ങളുടെ നാളെ 1201 തുലാമാസം 19-ാം തീയതി, അതായത് 2025 നവംബർ മാസം 5-ാം തീയതി ബുധനാഴ്ച. നാളത്തെ ദിനത്തിൻ്റെ പ്രത്യേകത, നാളെ പൗർണമിയാകുന്നു. നാളെ ചന്ദ്രൻ പൂർണ്ണ ബലവാനാണ്. ചന്ദ്രനാണ് മനസ്സിൻ്റെ കാരകത്വം, മാതാവിൻ്റെയും മാതൃകാരകവും ശീതരശ്മി, മനസ്സിൻ്റെയും അമ്മയുടെയും കാരകനാകുന്നു ചന്ദ്രൻ. ചന്ദ്രൻ ബലവാനാണെങ്കിൽ മനസ്സിന് പ്രസാദമുണ്ടാകുന്നു. മനഃപ്രസാദദേവ സർവകാര്യ സിദ്ധിഹി. മനസ്സിന് പ്രസാദമുണ്ടെങ്കിൽ മാത്രമേ എല്ലാ കാര്യവും മുന്നോട്ട് നയിക്കാൻ കഴിയുകയുള്ളൂ. വലിയ എഴുത്തുകാർ, ധിഷണാശാലികൾ, ബൗദ്ധികപരമായി ജീവിതത്തിൽ തയ്യാറെടുക്കുന്ന ശാസ്ത്രജ്ഞർ, ഇവർക്കൊക്കെ തന്നെ ചന്ദ്രൻ ബലവാനായിരിക്കും. എൻ്റെ ജാതകത്തിൽ എൻ്റെ ചന്ദ്രൻ ദുർബലനാണ്. അതുകൊണ്ട് എനിക്ക് പലപ്പോഴും രചനാ വിഷയത്തിൽ കഴിവുകൾ ഇല്ല. പക്ഷേ എനിക്കത് അവതരിപ്പിക്കുവാനുള്ള കഴിവ് ആ വിഷയത്തിലുണ്ട്. അതെൻ്റെ ജാതകത്തിൽ 5-ൽ ബുധൻ ഉള്ളത് കൊണ്ടാണ്. ഏതൊരു വിഷയം ലഭിച്ചാലും വളരെ സൂക്ഷ്മമായി ആ വിഷയത്തെ അപഗ്രഥിച്ച് അത് സ്ഥൂലമായി വലിയ രീതിയിൽ സംസാരിക്കുവാൻ ആ പ്രാപ്തി എനിക്ക് ലഭിക്കുന്നത് എൻ്റെ ബുധൻ കാരണമാണ്. എൻ്റെ ചന്ദ്രൻ, ഞാൻ ജനിക്കുന്നത് കറുത്തപക്ഷത്തിൽ അമാവാസിയിൽ ദശമി തിഥിയിലാണ്. വളരെ ദുർബലമായ ചന്ദ്രനാണ്. പക്ഷേ അവിടെയും ഞാൻ മനസ്സിലാക്കുന്നു, ഒരു ഏകാഗ്രത എനിക്ക് കുട്ടിക്കാലത്ത് ലഭിച്ചതിന് കാരണം എൻ്റെ പിതാവ് അധ്യാപകരായിരുന്നു. അവർ ഹൈസ്കൂൾ അധ്യാപകരായിരുന്നു. ആ സമയത്ത് കുട്ടിക്കാലത്ത് ലഭിച്ച ചില ആ പഠന രീതികളും കർക്കശങ്ങളായ നിർദ്ദേശങ്ങളുമായിരിക്കാം ഏകാഗ്രത കുട്ടിക്കാലത്ത് എനിക്ക് ലഭിച്ചിരുന്നു. പലപ്പോഴും ഈ ചന്ദ്രൻ ദുർബലമാകുമ്പോൾ ഏകാഗ്രത ലഭിക്കാറില്ല. ചന്ദ്രൻ വളരെ ബലവാനാണ്. നാളത്തെ ദിനം ബുധൻ ആണ്. ബുധൻ ശുഭഗ്രഹമാണ്. എല്ലാ നല്ല കാര്യത്തിനും ബുധൻ ഉപയോഗിക്കും. പക്ഷേ സ്ത്രീകൾ, ഗർഭിണികൾ, നാൽക്കാലികൾ ഇവർ ബുധനാഴ്ച സഞ്ചരിക്കാറില്ല. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ശ്രദ്ധിക്കുക, നാളത്തെ ദിനം അശ്വതിയാണ് നക്ഷത്രം. നാളെ തൃശ്ശൂർ സൂര്യോദയം കാലത്ത് 6:20, അസ്തമയം വൈകിട്ട് 6:56. നാളത്തെ രാഹുകാലം നിങ്ങൾക്കറിയാം. ബുധനാഴ്ച 12 മുതൽ 1:30 വരെയുള്ള സമയം, 1.5 മണിക്കൂർ ദൈർഘ്യസമയം. നാം ശുഭകാര്യങ്ങളൊന്നും തന്നെ അനുഷ്ഠിക്കാറില്ല. ഇനി നാളത്തെ നക്ഷത്രം നാം സംസാരിച്ചു. നാളെ മരുന്ന് കഴിക്കാൻ ഏറ്റവും നല്ല ദിവസമാണ് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ. ഇഫ് യു ആർ സപ്പോസ് ടു ഗോയിങ് സം മെഡിസിൻസ്, ടുമാറോ ഇസ് ദ ബെസ്റ്റ് ഡേ. അശ്വിനി ദേവതകളാണ്, മരുന്നിൻ്റെ ദേവതകളാണ്, ഭിഷക്വരന്മാരാണ്, വൈദ്യന്മാരാണ്. അതിനാൽ മരുന്ന് പ്രയോഗത്തിനൊക്കെ, മരുന്ന് കഴിക്കാനൊക്കെ, ഔഷധം കഴിക്കാനും, ഡോക്ടറെ കാണിക്കാനും, പലപ്പോഴും ഡോക്ടറെ കാണിച്ച് ഒരു കൺക്ലൂഷൻ എത്താനൊക്കെ നാളത്തെ ദിനം വളരെ നല്ലതാണ്. നാളത്തെ ദിനം കാലത്ത് 9:30 വരെയാണ് അശ്വതി നക്ഷത്രം. അതിനാൽ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നാളെ 9:30 വരെ ശുഭകാര്യങ്ങളൊക്കെ ചെയ്യാം. അശ്വതി ഗണ്ടാത നക്ഷത്രമാണ്. അശ്വതി നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക, വിശേഷിച്ച് 3:45 നാഴികയാണ് നാം എപ്പോഴും ഉപേക്ഷിക്കാൻ പറയുക. അവസാനം വളരെ നല്ലതാണ്. നാളെ പൗർണമിയാണ്. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ, നാളെ ആയുരാരോഗ്യ സൗഖ്യവുമായി ബന്ധപ്പെട്ട എല്ലാ കർമ്മങ്ങൾക്കും നാളെ കാലത്ത് 7:20 മുതൽ 9 വരെയുള്ള സമയം വളരെ അനുകൂലമായി സ്വീകരിക്കാം. അതിനുശേഷം 9:30 മുതൽ ഭരണിയാണ്. ഒരു ശുഭകാര്യത്തിൽ നാം സ്വീകരിക്കാത്ത നക്ഷത്രമാകുന്നു. അതിനാൽ നാളെ കാലത്ത് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സർപ്പക്ഷേത്ര ദർശനമാകാം. ഐല്യപൂജയോ സർപ്പബലിയോ നാളെ അവിടെ ദേവതകൾക്ക് സമർപ്പിക്കുക. ഓം രാഹവേ നമഃ, ഓം കേതവേ നമഃ എന്ന മന്ത്രം നിങ്ങൾക്ക് ജപിക്കാം. അതിനുമുപരി 9:30 കഴിഞ്ഞാൽ പിന്നെ ഭരണി നക്ഷത്രമാണ്. യാത്രയ്ക്കും പുത്തൻ തീരുമാനങ്ങൾക്കും ഒന്നും അനുകൂലമല്ല എന്ന് പ്രത്യേകം അറിയുക. ഭരണിക്ക് നിങ്ങൾക്ക് വൈകിട്ട് നാളെ ദേവീക്ഷേത്ര ദർശനമാകാം. വളരെ നല്ലതാണ്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ശോഭനമായ നല്ലൊരു നാളെ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.